പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. സദൃശവാക്യം 10:3 യഹോവ ഒരു നീതിമാനെ അറിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലായി തീരുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി നീതിമാന്മാരായി തീരുന്നു. തിരുവചനത്തിൽ പഴയ നിയമ ഭാഗത്ത് ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ശക്തനായ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനാണ് ഏലിയ പ്രവാചകൻ. പ്രവാചകന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, ഒത്തിരി ഭീഷണികളിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷേ ഈ പ്രവാചകൻ ഒരിക്കലും പട്ടിണി കിടന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രവാചകനോട് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു. ആഖാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇങ്ങനെ ഒരു ദൂത് വിളിച്ചു പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ദൈവത്തിൻ്റെ ശബ്ദവും അരുളപ്പാടും ആഖാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൂത് വിളിച്ചു പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ജീവന് ഭീഷണിയായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും അരുളപ്പാട് തനിക്ക് ലഭിച്ചു. ദൈവം തന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ കെരീത് എന്ന ദേശത്തിൻ്റെ തോട്ടിൽ അവിടെ ചെന്ന് നീ ഒളിച്ചിരിക്കണം, നീ മറഞ്ഞിരിക്കണം. അങ്ങനെ ഏലിയ പ്രവാചകൻ കെരീത് തോട്ടിൻ്റെ കരയിൽ ദൈവശബ്ദം അനുസരിച്ച് അവിടെ ചെന്ന് ഒളിച്ചിരിക്കുവാനിടയായി. പക്ഷെ ആരും കടന്നു പോകാത്ത ഇടം, ആരും വരാത്ത ഇടം. ദൈവവചനം പഠിപ്പിക്കുന്ന, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഇരുട്ടായിരിക്കുന്ന ഏതൊരു മേഖലകളിലും ആരും ചെന്ന് കാലിച്ചവിട്ടാത്ത ഇടത്ത് ഒരു നീതിമാൻ ചെന്ന് കാലിച്ചവിട്ടുമ്പോൾ അവിടെ പ്രകാശമുണ്ടാകും. അവിടെ ഇല്ലാത്തത് ഉളവാക്കപ്പെടും. ഒരു മനുഷ്യനും അവിടെ കടന്നു ചെല്ലാത്ത ഒരു സ്ഥലത്ത് ഏലിയ പ്രവാചകൻ ഒളിച്ചിരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കെരീത് തോട്ടിൻ്റെ വെള്ളം ഇതാ ഒഴുകുകയാണ്. ആ വെള്ളം ഒഴുകിയതിൻ്റെ കാരണം ഏലിയ പ്രവാചകന് കുടിക്കുവാൻ ദൈവം തുറന്നു കൊടുത്ത ഒരു ഉറവയാണ്. അതുമാത്രമല്ല, തനിക്ക് വിശക്കുമ്പോൾ ഒരു വ്യക്തിയും ഒരു പക്ഷി പറവകളോ മൃഗങ്ങളോ കടന്നു ചെല്ലാത്ത, ആരും കടന്നു ചെല്ലാത്ത ഇടത്ത് ദൈവം സൃഷ്ടിച്ച കാക്കയുടെ കരങ്ങളിൽ അപ്പവും ഇറച്ചിയും സർവശക്തനായ ദൈവം നീതിമാനായ പ്രവാചകന് വേണ്ടി ഭക്ഷണം കൊടുത്തു വിടുകയാണ്. അതിനർത്ഥം ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ നിനക്ക് ഞെരുക്കമുണ്ടായിരിക്കാം, കഷ്ടതയുണ്ടായിരിക്കാം. സങ്കീർത്തനം 4:1 പഠിപ്പിക്കുന്നു, ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഒരു ദൈവഭക്തനെ, ഒരു നീതിമാനെ ഞെരുക്കമുണ്ട്, കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ദൈവഭക്തൻ ഒരിക്കലും പട്ടിണി കിടന്ന് ഭാരപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീതിമാന്റെ ശിരസ്സുമേൽ അനുഗ്രഹങ്ങൾ വരും. നീതിമാന്റെ പാദം, കാലുകൾ ചവിട്ടുന്ന ഇടത്ത് ദൈവിക വെളിച്ചം സംഭവിക്കും. ഇരുട്ടായി കിടക്കുന്ന ഏതൊരു മേഖലയിലും ഒരു നീതിമാൻ ചെന്ന് കയറുമ്പോൾ അവിടെ ഇരുട്ടിൻ്റെ മണ്ഡലം മാറും, അവിടുത്തെ കുറവുകൾ മാറും, അവിടുത്തെ ഉറവുകൾ തുറക്കപ്പെടും. കെരീത് തോട്ടിലായിരുന്ന, കരയിൽ ഒളിച്ചിരുന്നതായ ഏലിയാവിൻ്റെ അടുക്കൽ കുടിക്കുവാൻ കെരീത് തോട്ടിൽ നിന്നും ശുദ്ധമായ വെള്ളം സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുത്തു. ഒരു കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും കൊടുത്ത് ഏലിയാവിനെ പോഷിപ്പിച്ചു. പക്ഷേ കാക്കയുടെ വരവ് നിന്നു, തോട്ടിലെ വെള്ളം പറ്റി. പക്ഷേ അവിടെ താൻ പട്ടിണി കിടക്കുവാനല്ല, അവിടെ നിന്നും വേറൊരു ദേശത്തേക്ക് അയച്ച് സാരാഫ് എന്ന് പറയുന്ന സഹോദരി പട്ടിണിയായി മരിക്കുവാനിരിക്കുമ്പോൾ
അവർ മരിക്കാതെ വണ്ണം ഏലിയാവിനിലൂടെ മരിക്കാനിരിക്കുന്ന ജനത്തെ പോഷിപ്പിക്കുകയും അവരെ ജീവനെ തിരിച്ചു പിടിക്കുകയും ഏലിയാവിന് അവിടെ നിന്നും അപ്പവും വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ചില സമയത്ത് ശൂന്യതകളും ഉണ്ടാകും. പക്ഷേ പട്ടിണി കിടന്നു മരിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ജീവനുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് ഏത് പ്രതിസന്ധിയിലും നീ ദൈവത്തോട് രഹസ്യവും പരസ്യമായി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുവാൻ ശക്തനാണ്. നീതിമാന്റെ ശിരസ്സുമേൽ അനുഗ്രഹങ്ങൾ വരുന്നു. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി എന്നാണ്. ആമേൻ. ഒരു നീതിമാൻ നിലം പരിചയാകാൻ അനുവദിക്കത്തില്ല. നീതിമാൻ പ്രകാശിക്കും. നീതിമാൻ അനേകർക്കൊരു അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ 2024 ആണ്ട് അവസാനിക്കുന്നതിനും ചില മാസങ്ങൾക്ക് മുന്നമേ പെട്ടെന്ന് സാമ്പത്തിക മേഖലകളിൽ ഭവനത്തിന്മേൽ അടുക്കളയിലുള്ള സാധനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി, ഞെരുക്കമുണ്ടായി. ഞാൻ എൻ്റെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം എൻ്റെ പ്രാർത്ഥന റൂമിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, സ്വർഗത്തിലെ ദൂതന്മാരെ അയച്ച് ചിലവുകൾ ഒത്തിരി വർദ്ധിക്കുന്നു, പക്ഷേ വരവുകൾ വളരെ കുറവാണ്. പക്ഷെ എല്ലാ മേഖലയിലും ക്രമീകരിക്കുവാൻ കരങ്ങളിൽ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭവനത്തിനകത്തുള്ള ഭക്ഷണ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാരെ എൻ്റെ ഭവനത്തിൽ അയക്കണമേ. സ്വർഗീയ ദൂതന്മാരായ ദൈവമക്കളെ ആത്മാവ് നിയോഗിച്ച് എനിക്ക് വേണ്ടി കരുതണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ പോലെ നമുക്കറിയാവുന്ന രൂപത്തിലും നമുക്കറിയാവുന്ന വ്യക്തികളെയുമാണ് സ്വർഗത്തുനിന്ന് ദൈവം നമ്മുടെ അടുക്കിൽ അയച്ച് നമ്മളെ പോഷിപ്പിക്കുന്നത്. സാരാഫത്തിലെ വിധവയുടെ അടുക്കിൽ ഒരു പ്രവാചകനെ അയച്ചവളെ പോഷിപ്പിച്ചു. അതുപോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദൈവമകളെ, ഒരു ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് ചെയ്തു തരുവാനിടയായി. ആമേൻ. അതിനർത്ഥം നിന്റെ ഏത് ഞെരുക്കങ്ങളിലും നീ പട്ടിണി കിടക്കുവാൻ അനുവദിക്കത്തില്ല. നിന്റെ പ്രാർത്ഥന റൂമിൽ നീ പറയുന്ന പ്രാർത്ഥന വിഷയം സ്വർഗത്തിലെ ദൈവം കേട്ട് സ്വർഗത്തിലെ ദൂതന്മാരെ, നിനക്കറിയാവുന്ന വ്യക്തിയായ ദൈവമക്കളെ നിന്റെ അടുക്കിൽ അയച്ച് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ പട്ടിണി കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു നീതിമാൻ പട്ടിണി കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ വിശ്വസിക്ക്. നീ ഒരു മനുഷ്യനെ ആശ്രയിക്കേണ്ട. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. നീ മനുഷ്യനെ നോക്കേണ്ട. ഉയരത്തിൽ അപ്പനോട് നീ പ്രാർത്ഥിക്കുക. ആ ദൈവത്തെ നീ ആശ്രയിക്കുക. നിന്റെ കുടുംബത്തിൻ്റെ കഷ്ടതകൾ മാറും, ദാരിദ്ര്യങ്ങൾ മാറും. നിന്റെ പട്ടിണി കിടക്കുവാൻ നിന്നെയും നിന്റെ കുടുംബത്തെ ദൈവം അനുവദിക്കത്തില്ല. സമർത്ഥമായ ഒരു നന്മ നിന്റെ കുടുംബത്തിൽ നൽകും. നീ കർത്താവിൽ ആശ്രയിക്കും. നീതിയോടെ, വിശുദ്ധിയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവത്തിൽ ആശ്രയിച്ചൊരു നീതിമാനായിരിക്കുന്നുവെങ്കിൽ നിന്റെ സകല വിഷയങ്ങളെ അറിഞ്ഞ് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. സമർപ്പിക്കാം. കർത്താവേ, ഒരു നിമിഷം ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ കലത്തിലെ മാവ് കുറയരുത്, ഭരണിയിലെ എണ്ണ കുറയരുത്. ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, ഭക്ഷണത്തിന് വേണ്ടി ഭാരപ്പെടുന്നുവെങ്കിൽ, സാമ്പത്തിക മേഖലയിൽ ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സ്വർഗീയ ദൂതന്മാർ അവരെ ഭവനത്തിൽ അയച്ച് അവരെ ദാരിദ്ര്യം മാറട്ടെ, അവരെ കഷ്ടം മാറട്ടെ, അവരെ പട്ടിണി മാറട്ടെ, നന്മ ഭവനത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.